അമിര് തണ്ണിനെവരേ അമിര് തണ്ണൻകുട്ടി എവരേ അമര് മോൻ അമര് മടി കേക്ക് എന്നതാ പെരുന്നാളുട്ട പെരുന്നാൾ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കണോ വേണ്ടായോ എന്ന് ആകെ ആലോചിച്ചിട്ടോ എടുക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് താമസിച്ചു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒന്ന് ഇത് തന്നെ കേട്ടോ, ഞാൻ വേണ്ടായോ വേണോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു. കാരണം ഇന്നൊരു വിശേഷമുണ്ട്. ഇന്ന് ഫെബ്രുവരി 24 കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എന്ന് അറിയത്തില്ല. മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് താമസിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഫെബ്രുവരി 24 എൻ്റെ മോൻ ജനിച്ചിട്ട് 1 വർഷമായിട്ടോ. 1-ാം പിറന്നാളാണ് ഇന്ന്. പിന്നെ ഈ പോസ്റ്റ് ചെയ്യുന്നതാണെന്ന് ആലോചിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലുതായിട്ട് ആഘോഷിക്കുന്നില്ലാത്തത് കൊണ്ട് മാത്രം കേട്ടോ. എന്താ വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ 1-ാം പിറന്നാളാ മോളുടെ 1-ാം പിറന്നാളാണെങ്കിൽ ഞങ്ങൾ ഗ്രാൻഡായിട്ട് നടത്തിയതാട്ടോ. ഏട്ടൻ്റെ കൊളീഗ്സിനെയൊക്കെ വിളിച്ചിട്ടും ഏട്ടൻ്റെ ഫ്രണ്ട്സും അവിടെയുള്ള ഞങ്ങൾ അത് വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു ആഘോഷിച്ചത്. അവിടെയുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സും അങ്ങനെ വെച്ചിട്ട് നല്ല പോലെ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു കേട്ടോ. പക്ഷേ മോൻ്റെ അങ്ങനെ ആഘോഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പം ഞാനാണെങ്കിൽ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു കേട്ടോ, ഇപ്പോഴേ എന്തായാലും ഈ പരുവത്തിലേക്ക് പിള്ളേരെ ബർത്ത്ഡേ വലിയ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഓർമ്മയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുറച്ചുകൂടെ ആയി കഴിയുമ്പോഴും നമ്മൾ ഇച്ചിരി ബർത്ത്ഡേ ഒക്കെ നല്ലപോലെ ആഘോഷിച്ചാൽ അവരുടെ മനസ്സിലിരിക്കുമല്ലോ. അന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടൊന്ന് പറയാനെങ്കിലും കിട്ടുമല്ലോ. ഞാൻ ഏട്ടനോട് ഞാൻ സമാധാനത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ആഘോഷിക്കാൻ തന്നെ കുറേ റീസൺ ഉണ്ട്. എന്താ ഇന്ന് ഇനിയുണ്ടല്ലോ ബർത്ത്ഡേ. അപ്പം നമുക്ക് ഇന്ന് ഒട്ടും ആഘോഷിച്ചില്ല എന്നൊന്നുമില്ല. ഇന്ന് ബർത്ത്ഡേ ആണേ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നാളെ ആഘോഷിക്കുന്നത്. അപ്പം നാളിന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നാള് വരുന്നത് മാർച്ചിലാണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേയാണ്. അപ്പം നമ്മൾ ബർത്ത്ഡേ ഇവിടെ അങ്ങനെ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഏട്ടൻ അവിടെയൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പം ഏട്ടൻ്റെ സമാധാനത്തിനൊന്ന് പായസം വെച്ചു, പിന്നെ ഇച്ചിരി പരിപ്പും പപ്പടം കൂട്ടി പിള്ളേർക്ക് ഇച്ചിരി ചോറ് കൊടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ആഘോഷ പരമ്പരകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കണോ വേണ്ടായോ എന്ന് ആലോചിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞു, നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ പിന്നെ എന്ത് കണ്ടന്റ് കിട്ടിയാലും നമ്മൾ ഇടണമല്ലോ. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു, വലിയ ആഘോഷമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല, ഇപ്പം നമ്മളങ്ങനെ ആഘോഷിക്കുന്നില്ലല്ലോ എന്ന്. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ആഗ്രഹത്തിന്, എൻ്റെ ഒരു പാഷന ഇത് തുടങ്ങിയത്. ഇപ്പം നമ്മൾ വീഡിയോ സംസാരിക്കുന്നതാണെങ്കിലും ഞാൻ ഇന്നലെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രം വെച്ചിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കരുതി, അപ്പം എല്ലാം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത്. അപ്പം എനിക്ക് മോൻ്റെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ അതും അല്ലാത്ത ബർത്ത്ഡേ വരുമ്പം ഇടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ഒരുപാട് ഓർമ്മകൾ ഈ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ അവന് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുമല്ല ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയല്ല, ഞാൻ മനസ്സുകൊണ്ട് കരുതുന്നത് പെൺകുട്ടിയായിരുന്നെന്നാണ്. ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടതും അതുകൊണ്ടാണ് കേട്ടോ. പെൺകുട്ടിയായിരുന്നു 100% ഞാൻ ഉറപ്പിച്ചിരുന്ന സമയത്ത് ആ ഡോക്ടർ ഡെലിവറി കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് ആൺകുട്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ട് ആ എക്സ്പ്രഷൻ എനിക്ക് വന്നു, എന്തിനാ ആ ഫീലിങ്, പെട്ടെന്ന് എനിക്ക് ചിരി എന്താ, ഞാൻ ഇനി പൊട്ടിച്ചിരിക്കുമായിരുന്നു. എന്തിനാ ഞാൻ അങ്ങനെ ചിരിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവർ ചോദിച്ചോ ആഗ്രഹിച്ചിരിക്കുമായിരുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് വെച്ചാൽ ആ സമയത്തൊന്നും ഞാൻ പെൺകുട്ടിയായിരുന്നു ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആൺകുട്ടി വേണം എന്നൊരു ആഗ്രഹം എനിക്ക് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടാണല്ലോ എനിക്ക് പെട്ടെന്നൊരു ചിരിയായിട്ട് പുറത്ത് വന്നത്. എനിക്ക് പക്ഷേ ആഗ്രഹം മൂത്തത് ആൺകുട്ടി ഇളയത് പെൺകുട്ടി അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പം മൂത്തത് മോളായി കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു ഇനിയും വരുന്ന മോളാണെങ്കിലും മോനാണെങ്കിലും പ്രശ്നമില്ലാന്നൊരു ചിന്താഗതി ആയിരുന്നു കേട്ടോ എൻ്റെത്. എനിക്കങ്ങനെ ആൺകുട്ടി വേണമെന്നോ അല്ലെങ്കിൽ പെൺകുട്ടി വേണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും സ്വീകരിക്കാന്നുള്ളൊരു മൈൻഡായിരുന്നു. അവൻ വന്നതോടെ ആദ്യത്തെ കുട്ടിയിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ട് രണ്ടാമത്തെ. എനിക്ക് കുറേ പേര് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പം ആദ്യത്തെ അവളാണെങ്കിൽ, പക്ഷെ എനിക്ക് ഉറക്കത്തിലൊന്നും പ്രശ്നമെന്ന് പറഞ്ഞാൽ മോളാണെങ്കിൽ 12 മണി വരെ കിടന്നുറങ്ങിയിട്ട് 12 മണിയാകുമ്പോൾ എണീക്കുന്നത്, അങ്ങനെ സ്വഭാവമായിരുന്നു. മോൻ കാശിയാണെങ്കിൽ പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. അവൻ ജനിച്ച സമയം പോലെ അവന് പ്രോപ്പർ ഉറക്കം, രാത്രി വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഉറങ്ങുമായിരുന്നു. മോളാണെങ്കിൽ ഇവൻ ജനിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ഉറക്കം ഇപ്പോഴാവുന്ന ഏകദേശം ഇപ്പം 3 വയസ്സാവാനായിട്ടേ ഉള്ളൂ. ഏപ്രിൽ ആകുമ്പോഴേ 3 വയസ്സാകത്തുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോഴാണ് അവിടെ ഉറക്കം ഒന്ന് കറക്റ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചില ദിവസം ഭയങ്കര പ്രശ്നമാണ്.
പക്ഷേ മോനാണെങ്കിൽ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവനോട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയി എന്ന് രണ്ടുപേരെയും കൊണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഓരോ കുട്ടികളും ഓരോ നേച്ചറാന്ന് പറയുന്നത് ശരിയാട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വളർന്നു വരുന്നത്. കുഞ്ഞെ കൊണ്ടാണെങ്കിൽ എനിക്ക് ഇപ്പം പിന്നെ കാശി അങ്ങനെ തന്നെ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ കൊണ്ട് എനിക്ക് കഴിക്കാൻ പാട്, അവൾക്ക് മധുരം ഇഷ്ടമില്ല, ഉപ്പ് ഇഷ്ടമല്ല, പുളി ഇഷ്ടമല്ല, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു കുഞ്ഞ്. മോനാണെങ്കിൽ മധുരം ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഞാൻ പറയാം, അച്ഛൻ്റെ മോൻ തന്നെ, അച്ഛന് മധുരം ഇഷ്ടമാണ്, മോനും മധുരം ഇഷ്ടമാണെന്ന് പറയട്ടോ. അവന് വേറെ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും മധുരത്തോടെ എന്തെങ്കിലും കൊടുത്താൽ അവൻ കുറച്ച് എന്തെങ്കിലും കഴിക്കും. അങ്ങനെയും കുറച്ച് ഇവർ തമ്മിൽ നല്ല ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യത്തിന്, ആഹാരം കഴിക്കുന്ന കാര്യത്തിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴാണെങ്കിലും ഞാൻ മടിയെടുത്താൽ മാത്രമേ ആഹാരം കഴിക്കത്തുള്ളൂ. ഇപ്പോഴും കാശിയാണെങ്കിൽ ഇപ്പം മടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം വളർന്നു വരുന്നതിനനുസരിച്ച് കുറച്ച് മടിയായിട്ട് വരുന്നുണ്ട്. എന്നാലും അന്നത്തെ കുഞ്ഞിനെയും ഇവനെയും കൂടെ കമ്പയർ ചെയ്യുമ്പം അത്ര വ്യത്യാസമൊക്കെ ഉണ്ട്. അവനാണെങ്കിൽ നല്ലപോലെ ഉറങ്ങിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചില ദിവസങ്ങൾ അവൻ അസ്വസ്ഥത എന്തെങ്കിലും ഉള്ള ദിവസങ്ങളാണെങ്കിൽ അവൻ ഉറക്കം കുറച്ച് പുറകോട്ടായിരിക്കും. എന്നാലും കരഞ്ഞ് ബഹളം വെക്കുന്ന അങ്ങനൊന്നും അവൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കരഞ്ഞ് ബഹളം വെച്ച് ഞാൻ എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അങ്ങനെ അവൻ ഉറങ്ങുന്നില്ല, അവൻ എന്ത് ചെയ്യും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും, പാൽ കുടിച്ചുകൊണ്ടേയിരിക്കും. അതും എൻ്റെ ഉറക്കം പോകുന്നതാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ഏട്ടനോ അല്ലെങ്കിൽ കുഞ്ഞിക്കോ ഡിസ്റ്റർബൻസ് ആവത്തില്ല. അങ്ങനെയുള്ളൊരിതാട്ടോ അവന്. ഇതുവരെ അങ്ങനെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു വർഷം പെട്ടെന്ന് പോയി കേട്ടോ, കണ്ണുറക്കുന്നതിന് മുമ്പേ. പിന്നെ മക്കൾ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാലും തീരത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. അപ്പുറത്ത് അവള് കാർട്ടൂൺ കാണുന്നതിന് കുറച്ച് സൗണ്ട് ഉണ്ട്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. ഇപ്പം അമ്മയാണെങ്കിൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം പായസം കൊണ്ട് അപ്പുറത്ത് വീട്ടിലോട്ടൊക്കെ പോയേക്കുവാ. ടി വി വെച്ചേക്കുന്നതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ കയറി പോകുന്നത്. ഞാൻ പറയല്ലേ, ഞങ്ങള് വലിയ ആഘോഷം അല്ലെങ്കിൽ ചെറിയ ആഘോഷം നമുക്കൊന്ന് കണ്ടിട്ട് തരാം കേട്ടോ. അതിന്റെ കുറച്ച് വിഷയസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ രണ്ടുപേരുടെയും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് പൊട്ടയെ തൊടുന്നുള്ളല്ലോ, അത് ഞാൻ കരിയൊന്നും അങ്ങനെ എഴുതി കൊടുക്കാറില്ല. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് ഒരു കുറിയൊക്കെ തൊട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസമായിരുന്നു അമ്പലത്തിലൊക്കെ പോയത്. അപ്പോൾ ഇനി മാർച്ച് 12 അവന് നാൾ വരുന്നത് കേട്ടോ. അപ്പോൾ നാളിനൊന്ന് വീണ്ടും പോകാമെന്ന് വിചാരിച്ചു. അവന് നാളെ മകമാണ്. ഇപ്പം ഈ മാസം 2 മകമുണ്ട്, തുടക്കത്തിലും ഉണ്ട് ലാസ്റ്റിലും ഉണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ നാളാണല്ലോ എടുക്കുന്നത്. അപ്പം മാർച്ച് 12 അവന് നാൾ. അപ്പം ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു കഴിപ്പൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇച്ചിരി പരിപ്പും പപ്പടം വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമായിട്ട് അവരെയൊന്നും വിളിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ചോറ് കൊടുത്തതിൻ്റെ പരിധി ഉണ്ടോ, അവിടെ മൊത്തം ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചോറൂണലൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും പായസത്തിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബർമസരി സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്, അത് പാക്കറ്റായിട്ട് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബർമസരി ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉരുളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത്രയും കുറച്ചധികം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം 12 എന്തെങ്കിലും ഒന്ന് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും ഇങ്ങനെ ആക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പായസം മധുരം കൊണ്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം ഞാൻ വറുത്തെടുത്തു. അപ്പോൾ ഒരുപാട് തീക്കകത്തായി നമ്മൾ അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് നല്ല തീ വരുന്നുണ്ട്, എളുപ്പം കരിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് പാലൊഴിച്ച് കൊടുക്കുന്നത് എന്താണെങ്കിൽ ചവ്വേരി കേട്ടോ. ചവ്വേരി എത്ര പേര് ഉപയോഗിക്കുന്നത് എനിക്കറിഞ്ഞില്ല. നമ്മൾ പായസ കിറ്റിനകത്തൊക്കെ ഇങ്ങനെ ചവ്വേരി കിടക്കും, അല്ലാതെ വാങ്ങിക്കുന്നവരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞങ്ങളെന്തായാലും വാങ്ങിക്കാം. ചവ്വേരി ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പൂടാവും കേട്ടോ. അതല്ല പണ്ടൊക്കെ ആണെങ്കിൽ അല്ലാതെ ചവ്വേരി മാത്രം ഇട്ട് പായസം പോലൊക്കെ വെക്കാറുണ്ട് അമ്മ. അപ്പം ഞങ്ങൾ അതുപോലെ നല്ല വിലക്കുറവാണ് ചവ്വേരിക്ക്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതൊന്ന് വേവ് കൂടുതലുണ്ട് സേമിയക്കാളിലും. അപ്പോൾ അത് ആദ്യമേ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ പാല്. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് ആ ബർമസരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ അടുക്കള കയറി വന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്യാസിൻ്റെ അവിടെ ഇരുത്താത്തതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് തിരിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. പിള്ളേരെല്ലാം വന്നിട്ടുള്ള സമയമായതുകൊണ്ട് അവരോട് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ അവരെ അതിലോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് വന്ന് നോക്കുന്നേ അവൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അവനെ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് വീണ്ടും വന്ന് ഈ പണി തുടങ്ങി കേട്ടോ.
ഇതാകുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ പാല് തിളച്ച് പോകാതെ. അപ്പം ഞാൻ ആ ബർമസരി ഇട്ട് കൊടുത്തിട്ടോ. അതൊന്ന് വെന്ത് വരുന്നുണ്ട്. എന്താ കൈ വിടാതെ ഇളക്കിയില്ലെങ്കിൽ ഇത് തിളച്ച് തൂവി പായസം പാതി അങ്ങ് പോകും. അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എന്താ പായസം താണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഷോർട്സിനുള്ളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വീഡിയോക്കുള്ള എടുത്തില്ല. അവര് തണ്ണൻകുട്ടി എവരേ അമര് മോൻ അമര് മരി കേക്ക് എന്നതാ പെരുന്നാളുട്ട ബത്തിരത്തൊട്ട പായ് ചക്കൊക്കെയാണ് ചുണ്ടര്. അയ്യോ നോക്ക്. ഹായ് ഹായ്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണേ. അപ്പം എല്ലാവരും എൻ്റെ മോനെ വിഷ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റ ബൈ ബൈ സീ യു. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു.